ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് +1 ഒരു സ്കൂളുള്ള ദിവസമാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. പിന്നെ ഒരു കാര്യം, ഇത് ഈ ചാനലിലെ ആദ്യത്തെ വ്ളോഗ് വീഡിയോ ആണ്. ഞാൻ ഈ ചാനലിൽ അങ്ങനെ ലോങ് വീഡിയോസ് ഒന്നും അധികം അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെന്റെ ആദ്യത്തെ ഒരു വ്ളോഗ് വീഡിയോയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറെ കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം. പിന്നെ കമന്റ് ചെയ്ത് പറഞ്ഞു തരണം. ഞാൻ അടുത്ത വീഡിയോ ആകുമ്പോഴേക്കും അത് തിരുത്തുന്നതാണ് കേട്ടോ. പിന്നെ ഈ ചാനൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, കുറച്ചായിട്ടുള്ളൂ. ഈ ചാനലിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കണം. പിന്നെ ഞാൻ ക്രാഫ്റ്റ്, ആർട്ട് റിലേറ്റഡ് വീഡിയോസ്, സ്റ്റഡി റിലേറ്റഡ് വീഡിയോ, പിന്നെ ഹോൾ വീഡിയോസ്, അങ്ങനെ സ്റ്റുഡൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വീഡിയോസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ തുടങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും തന്നെ ഇല്ല. എനിക്കിപ്പോൾ ഒരു 10 പേരെങ്കിലും വേണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ എന്താ വേണ്ടതെന്നും കമന്റ് ചെയ്ത് പറയണം. അപ്പോൾ രാവിലെ എണീറ്റ് ഇവിടെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫിസിക്സ് പഠിക്കാതിരിക്കുകയാണ്. ഇടയിൽ കൂടെ ചായയൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 6 മണി തൊട്ട് 7 മണി വരെ ജസ്റ്റ് കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു. എനിക്ക് 8:30 ആകുമ്പോഴേക്ക് സ്കൂളിൽ പോകണം കേട്ടോ. 8:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. 8:50 മുന്നേ സ്കൂളിൽ കയറണം. 8:50 ആകുമ്പോഴേക്കും സ്കൂളിൽ കയറണം. അപ്പോൾ ഞാൻ വേഗം തന്നെ, ഇനിയിപ്പോൾ കുറച്ച് നേരമല്ലേ ഉള്ളൂ, അപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് ഒരുങ്ങി വേഗം പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം പഠിക്കലൊക്കെ നിർത്തിയിട്ട് ഞാനിതാണ്ട് ബാഗിൽ ബുക്കൊക്കെ എടുത്ത് വെക്കുകയാണ്. തലേദിവസം തന്നെ ടൈം ടേബിൾ വെച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സയൻസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് +1. അതുകൊണ്ട് തന്നെ ബയോളജി ടെക്സ്റ്റും ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ബയോളജി ടെക്സ്റ്റ് മാത്രമേ ഞാൻ കൊണ്ടുപോകുള്ളൂ. പിന്നെ ഒരു ലേബറിന്റെയും കൊണ്ടുപോകും. അത് രണ്ടുമാണ് ഞാൻ കൊണ്ടുപോകത്തുള്ളൂ ടെക്സ്റ്റ് ആയിട്ട്. ബാക്കിയൊക്കെ നോട്ട് ബുക്കുകളാണ് കേട്ടോ സ്കൂളിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി സ്കൂളിൽ പോകാൻ ഒരുങ്ങണം. അപ്പോൾ ബാഗെല്ലാം എടുത്ത് വെച്ച് ഇനിയിപ്പോൾ കുളിച്ച് റെഡിയായി സ്കൂളിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ ദാണ്ടെ കുളിക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ എടുത്തിടുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഒന്നും ഷൂട്ട് ചെയ്തില്ല, തലമുടി ചെയ്യണം, അങ്ങനൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. സ്കൂളിൽ പോയി പിന്നെ അത് കഴിഞ്ഞ് 5 മണിയായപ്പോൾ തിരിച്ച് വന്നു. കുറച്ച് നേരമൊക്കെ റെസ്റ്റൊക്കെ എടുത്ത് മൊബൈലൊക്കെ കണ്ടിരുന്ന് കഴിഞ്ഞിട്ട് ദാണ്ടെ ഞാനൊരു പലഹാരം ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഇവിടെ അരി വറുത്ത് പൊടിച്ചുണ്ടാക്കണതാണ്. ഇത് തേങ്ങയും പഞ്ചസാരയും ശർക്കരയും നെയ്യൊക്കെ ഒഴിച്ച് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാതിരിക്കുകയാണ്. 7 മണിയായപ്പോൾ 7 മണി 7:30 ആയി തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം പഠിക്കായിരുന്നു. ഞാൻ കെമിസ്ട്രിയാണ് പഠിക്കായിരുന്നത്. ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതിരുന്ന് പഠിക്കുകയാണ് കേട്ടോ. ടീച്ചർമാരെല്ലാം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചോദ്യം ചോദിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ 1 മാസമായല്ലോ +1 എത്തിയിട്ട്. അപ്പോൾ ഞാൻ മലയാളം മീഡിയം ആയിരുന്നു ആദ്യം പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ സയൻസിലോട്ട് വന്നപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞതാണ്, മലയാളം മീഡിയത്തിൽ നിന്ന് സയൻസിലേക്ക് വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നീ കൊമേഴ്സ് എടുത്തോ, അതാണ് നല്ലത്, സയൻസ് ഫുൾ ഇംഗ്ലീഷാണ്, നീ പെടും, അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ സയൻസ് എടുക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. പക്ഷെ എനിക്ക് അധികം അറിയത്തൊന്നുമില്ല. ഇങ്ങനെ വാചകം അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാണ്ട് എഴുതാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പം ഞാൻ സയൻസ് തന്നെ എടുത്തു. പിന്നെ ഇംഗ്ലീഷ് എന്നുള്ള ബുദ്ധിമുട്ട് അത് നമുക്ക് കുറേയൊക്കെ നമ്മൾ പഠിച്ചാൽ തന്നെ മാറുള്ളൂ. നമ്മൾ കുറേ നേരമൊക്കെ ഒരു ദിവസം അത്യാവശ്യം കഷ്ടപ്പെട്ട്, ഇംഗ്ലീഷ് മീഡിയംകാർ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ മലയാളം മീഡിയംകാർ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ട് പഠിക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇതുവരെ മര്യാദയ്ക്ക് പഠിക്കാതിരുന്നിട്ടില്ലായിരുന്നു. ഞാൻ ഇന്നാണ് ഇങ്ങനെയൊക്കെ ബുക്കൊക്കെ എടുത്ത് കുറച്ചും കൂടി 2 സബ്ജക്റ്റൊക്കെ ഒരു ദിവസം ഇരുന്ന് പഠിക്കുന്ന രീതി പഠിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യൽ മാത്രം, ഹോംവർക്കും ചിലപ്പോൾ ചെയ്യില്ല. അങ്ങനെയായിരുന്നു ഈ 1 മാസം അല്ലെങ്കിൽ ഇത്രയും ദിവസം സ്കൂൾ പറഞ്ഞിട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇനി പഠിക്കാതിരുന്നതിന് ശരിയാവില്ല എന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ പഠിക്കാതിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ ദിവസവും ഇരിക്കണം എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തുടക്കമായതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി സബ്ജക്റ്റ് ഒന്നും ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്നില്ല. കാരണം കുറച്ച് എടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇനി പഠിച്ച് ഒപ്പെത്തണം. ഇനി സ്കൂള് കുറേ ദിവസം ലീവൊക്കെ ഉണ്ട്, ഓഗസ്റ്റിലൊക്കെ കുറേ ദിവസം ലീവ് ഉണ്ട്. അപ്പോൾ ആ ലീവെല്ലാം എന്താ പറയുക, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തി അതെല്ലാം ഇരുന്ന് പഠിക്കണം എന്നാണ് വിചാരിക്കുന്നത്. കുറച്ചധികം ഉണ്ട്. പിന്നെ ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. കാരണം അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. കുറേയൊക്കെ എനിക്ക് കേട്ടാൽ മനസ്സിലാവും, പക്ഷെ എനിക്ക് തിരിച്ച് എഴുതാനോ പറയാനോ അറിഞ്ഞൂടാ. അതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ കേട്ടാലും വായിക്കാനൊക്കെ അറിയാം, കേട്ടാൽ മനസ്സിലാവും ചെയ്യും കുറച്ചൊക്കെ കേട്ടോ. എല്ലാം ഒന്നും അറിഞ്ഞൂടാ, എന്നാൽ അത്യാവശ്യമൊക്കെ അറിയാം. അങ്ങനെയാണ് എൻ്റെ കാര്യം. അപ്പം ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് ലാംഗ്വേജ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യണം. അത് ഇമ്പ്രൂവ് ചെയ്യാണ്ട് ഒന്നും നടക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇംഗ്ലീഷിന് വേണ്ടിയിട്ടും കുറച്ച് സമയം ഇനി മാറ്റി വെക്കണം. എന്തായാലും ഇപ്പം ഞാൻ പഠിക്കാൻ കുറച്ചൊക്കെ ഇങ്ങനെ കാണാപ്പാഠം പഠിക്കലും മനസ്സിലാക്കി പഠിക്കലും രണ്ടും കൂടിയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ മലയാളം മീഡിയക്കാർക്ക് ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മളത് ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് അത് മനസ്സിലാക്കി, മലയാളം കണ്ടുപിടിച്ച് മനസ്സിലാക്കിയിട്ട്
പിന്നെ അത് മനസ്സിലാക്കി അതിനെ നമ്മൾ സ്വന്തമായിട്ട് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അതാണ് പറയണത്, മലയാളം മീഡിയംകാർ ഇംഗ്ലീഷ് മീഡിയംകാരെക്കാൾ കൂടുതൽ ടൈം നമ്മൾ എന്തായാലും പഠിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. പിന്നെ യൂട്യൂബിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് +1 വന്നവരുടെ ഞാൻ ഏറ്റവും അധികം കണ്ടിട്ടുള്ളത്. അപ്പം ഞാനും വിചാരിച്ചു എന്നെ പോലെ മലയാളം മീഡിയമാണ് സയൻസ് എടുത്താൽ ബുദ്ധിമുട്ടാവോ എന്നൊക്കെ പേടിച്ചിരിക്കുന്ന കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാകുമ്പോൾ അങ്ങനെ പേടിച്ചിരിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും എന്താ പറയുക, ഒരു സമാധാനം ആവുമല്ലോ, എന്നെ പോലെയുള്ളവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ എന്നാണ് വീഡിയോ ഒക്കെ ചെയ്യാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. എന്നോടും കുറേ പേര് പറഞ്ഞു മലയാളം മീഡിയംകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, സയൻസ് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു. ബുദ്ധിമുട്ടുണ്ട്, ആവശ്യത്തിനുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എനിക്ക് പൊതുവെ ഇംഗ്ലീഷ് കുറച്ച് ഇഷ്ടമാണ്. അതിങ്ങനെ പഠിക്കാനും വായിക്കാനൊക്കെ അത്യാവശ്യം ഇഷ്ടമാണ് എനിക്ക് ഇംഗ്ലീഷൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയെങ്കിൽ എന്തായാലും നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി ഹയർ സ്റ്റഡീസിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് ഫുൾ ഇംഗ്ലീഷിലാണ്. അപ്പം നമ്മളിപ്പം മലയാളം പേടിച്ചിട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ പേടിച്ചിട്ട് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല. കാരണം ഇനി മുകളിലോട്ടൊക്കെ ഇംഗ്ലീഷിലാണ്. അപ്പം നമ്മൾ ഇപ്പോഴേ കുറച്ചൊക്കെ ശീലമാക്കി +1 +2 എങ്കിലും നമുക്ക് കേട്ടുപരിചയം ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ അതുകൊണ്ട് കൂടിയാണ് സയൻസ് എടുത്തത്. എന്തായാലും ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള രീതിയിലാണ് സയൻസ് എടുത്തത്. അത് കഴിഞ്ഞ് ഒരു 9 മണിയായപ്പോൾ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും പഠിക്കാനിരിക്കുകയാണ്. ഞാൻ അങ്ങനെ ഇന്നത്തെ ദിവസം 11:30 വരെ ഇരുന്ന് പഠിച്ചു കേട്ടോ. കാരണം നമുക്കിത് പെട്ടെന്ന് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് ക്യാച്ച് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം നമ്മൾ അങ്ങനെ പഠിച്ച് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇംഗ്ലീഷ് അങ്ങനെ വലിയ കേട്ടുപരിചയമുള്ള ഒരാളൊന്നും അല്ലല്ലോ. അപ്പം ഞാനത് കാരണം 11:30 വരെ ഇരുന്ന് പഠിച്ചു. ഇനിയിപ്പോൾ മെല്ലെ മെല്ലെ സബ്ജക്റ്റിന് എണ്ണം കൂട്ടണം. ഇന്നിപ്പോൾ ആകെ 3 സബ്ജക്റ്റാണ് മൊത്തത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി. അത് അത്രയും അങ്ങോട്ട് നന്നായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, എന്ന് ജസ്റ്റ് നോക്കി എന്നേ ഉള്ളൂ. കുറച്ചൊക്കെ ഇങ്ങനെ സുവോളജിയൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യണത്, ഒന്ന് വായിക്കുകയാണ് ചെയ്യണത്. നമ്മൾ ആദ്യം ഒന്ന് വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ കാണാപ്പാഠം പഠിക്കാൻ നോക്കുക. പഠിച്ചിട്ട് കാണാപ്പാഠം പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടാണല്ലോ കാണാപ്പാഠം പഠിക്കുന്നത്. പിന്നെ സ്വന്തമായിട്ട് എഴുതി നോക്കുക. അപ്പം നമ്മുടെ ഗ്രാമർ, ഇംഗ്ലീഷൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആവും. നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുകയാണല്ലോ ചെയ്യണം. അപ്പോൾ എഴുതി ഒന്ന് നോക്കുക കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ പഠിക്കണത്. കുറച്ച് എഴുതി നോക്കിയിട്ടും അങ്ങനെയൊക്കെയാണ് പഠിക്കണത്. പിന്നെ ഇനി സയൻസ് മലയാളം മീഡിയം എടുത്തവർ പേടിച്ചിരിക്കേണ്ട കേട്ടോ. ഞാനും ഉണ്ട്, നിങ്ങളെപ്പോലൊക്കെ തന്നെയാണ്. എനിക്ക് വലിയ ഇംഗ്ലീഷൊന്നും അറിഞ്ഞൂടാ, കുറച്ചൊക്കെ ഇങ്ങനെ കേട്ടാൽ മനസ്സിലാവും, അല്ലാണ്ട് ഗ്രാമർ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇതിനിടയിൽ കൂടെ ഇനി ഗ്രാമറൊക്കെ പഠിക്കണം. അപ്പം സ്കൂളിൽ ലീവുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ മാക്സിമം എന്തായാലും നമ്മൾ നന്നായിട്ട് അത് ഉപകാരപ്രദമാക്കണം. കാരണം നമ്മൾക്ക് കിട്ടുന്ന ഓരോ അവധി ദിവസം, കാരണം ശനിയാഴ്ച നമുക്ക് സ്കൂളില്ല. അപ്പം +1 അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. നമുക്ക് ശനിയാഴ്ച സ്കൂളില്ല. അപ്പം ശനി ഞായറൊക്കെ ഇരുന്ന് പിന്നെ അവധി ദിവസങ്ങളൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ മാക്സിമം നമ്മൾ ഉപയോഗിക്കുക. ഇനിയിപ്പോൾ ഓഗസ്റ്റിൽ കുറേ ലീവ് ഉണ്ട്. അപ്പം ഞാൻ അന്നൊക്കെ ഞാൻ ഞാൻ എന്തായാലും പഠിക്കുന്നുണ്ടാവും. അപ്പം അതെല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അന്ന് ഞാൻ പഠിക്കുന്നതെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾ സജസ്റ്റ് ചെയ്യണം കേട്ടോ, ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ സജസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്നെപ്പോലെ പേടിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, മലയാളം മീഡിയം ആയതുകൊണ്ട് ഇംഗ്ലീഷ് വന്നപ്പോൾ പേടിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ. അപ്പോൾ എനിക്കും അറിയാമല്ലോ എന്നെ പോലെയുള്ളവരൊക്കെ ഉണ്ടോയെന്ന് നമുക്കറിയാലോ. ഞാൻ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് +1 വന്നവരുടെ വ്ളോഗ് കാര്യങ്ങളൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് അത്ര വലിയ ഞാൻ പഠിപ്പൊന്നുമല്ല കേട്ടോ, ഒരു മീഡിയം സ്റ്റുഡൻ്റ് ആണ്. ഭയങ്കര മാർക്കൊന്നും പ്രതീക്ഷിക്കരുത്, ഒരു മീഡിയമാണ് ഞാൻ. അത്രയേ അങ്ങോട്ട് പഠിക്കണ കുട്ടിയൊന്നുമല്ല, പാകത്തിന് മീഡിയം ആയിട്ട് പഠിക്കണം. കാരണം എനിക്ക് പഠിക്കാൻ ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷെ ഞാൻ എല്ലാ ദിവസവും ഒന്നും ഇരുന്ന് പഠിക്കില്ല. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ അങ്ങനെ ഇരുന്നിട്ട് പഠിച്ചിട്ടുമില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ദിവസം. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.